അത്രയ്ക്ക് സന്തോഷിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? പറയാം. ഞാനേ ഹേമയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവളോട് വരട്ടെ. ചന്ദ്രമതി, ആ 100 ആയുസാ നിനക്ക്. ഇപ്പൊ നിന്നെ കുറിച്ച് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്താ ചന്ദ്രമതി വരാൻ പറഞ്ഞേ? നിനക്കും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാ. രേവതയും നീയും തമ്മില് ഇപ്പൊ ഒരു മത്സരത്തിലാണല്ലോ. അതെ, ആ മത്സരത്തിൽ നിങ്ങളുടെ മരുമകൾ എന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അയ്യോ, മരുമകളെന്നൊന്നും പറയല്ലേ. അവളെ ഞാൻ മരുമകളായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ശ്രുതിയാണോ നിന്റെ മരുമോള്? ദേ, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോഴാ അവളുടെ. ചന്ദ്രമതി പറ. പറയാം. രേവതി ഏറ്റെടുത്ത ഡെക്കറേഷൻ നടത്തണമെങ്കിൽ ലക്ഷങ്ങളുടെ പൂക്കൾ വേണമെന്നാ പറയുന്നേ. പൂ ഇറക്കി കൊടുക്കണമെങ്കിൽ 5 ലക്ഷം രൂപ പൂക്കടക്കാരന് അഡ്വാൻസ് കൊടുക്കണം. അത്രയും തുക അവളുടെ ഭർത്താവിന്റെ കയ്യിലില്ല. വീട്ടിൽ നിന്ന് വേറൊരു വഴി കാശ് സംഘടിപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു. ഞാനത് തടഞ്ഞു, കൊടുത്തില്ല. അത് നന്നായി. അവൾക്ക് വേറെ എവിടെന്നെങ്കിലും കാശ് കിട്ടാൻ സാധ്യതയുണ്ടോ? എവിടെന്ന് കിട്ടാനാ? ഒരു ഗതിയില്ലാത്ത അവൾക്കൊക്കെ ഇത്രയും വലിയ തുക ആര് കൊടുക്കാനാ? നിന്നെ വെല്ലുവിളിച്ചിരുന്ന പോലെ എന്നെയും വെല്ലുവിളിച്ചിരുന്നു. കിട്ടിയ ഓർഡർ ചെയ്തിരിക്കുന്നൊക്കെ പറയുന്നേ. പറയാന്നല്ലാതെ പൂ വാങ്ങിക്കാൻ കാശില്ലല്ലോ. 2 ദിവസത്തിനകം അഡ്വാൻസ് കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കും? ആ ഓർഡറൊന്നും അവൾക്ക് ചെയ്യാൻ കഴിയില്ല. അത് ഹേമയ്ക്ക് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ സന്തോഷം അറിയിക്കാനാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. ഒടുക്കം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. പൂവിന് അഡ്വാൻസ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾക്ക് ആ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോ ആ ഓർഡർ എനിക്ക് കിട്ടും. നിന്റെ മുഖത്ത് എന്താ ഭാമ ഒരു മങ്ങല്? ഒരു സന്തോഷമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കേ. എനിക്കിതിൽ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. പാവൻ രേവതി. പാവോ? അവളോ? ഈ ഓർഡർ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നാ അവൾക്ക് പിന്നെ ആരും ഓർഡർ കൊടുക്കില്ല. ഈ ഡെക്കറേഷൻ ബിസിനസ് ഒക്കെ അവസാനിപ്പിച്ച് അവളുടെ അമ്മയെ പോലെ ഏതെങ്കിലും ക്ഷേത്ര പരിസരത്തിരുന്ന് അവൾക്ക് പൂ വിൽക്കേണ്ടി വരും. അങ്ങനെ തന്നെ വേണം. അതാ എന്റെ ആഗ്രഹം. ഒരു പടി പോലും അവള് മുകളിലേക്ക് കയറി വരരുത്. അതിന് ഞാൻ വിടൂ. ചന്ദ്രമതി ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിക്കും. 2 ദിവസം ഇനിയും സമയമുണ്ടല്ലോ. അവളെ കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നത് കണ്ട് രസിക്ക്. എന്തെങ്കിലും പുതിയ വിവരം ഉണ്ടെങ്കിലേ എന്നെ അറിയിക്കണം കേട്ടോ. ഞാൻ വിളിക്കാം. രേവതിയും സച്ചി ഒന്നിച്ചു നിന്നാ അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടത് വെറുതെയാവും. രേവതി ആ ഓർഡർ ചെയ്തിരിക്കും. അത് വേറെ ആരുടെ കൈകളിലേക്കും പോവില്ല. നീ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ. ഈ ഓർഡർ അവൾക്ക് ചെയ്യാൻ കഴിയില്ല. ഹേമ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. നീ കണ്ടോ? നോക്കാം. നോക്കാം.